ഗുരുബാബയോളം ഗുരുബാബ മാത്രം. ഭൂമിയിലെ അനുപമ മഹാശത്രുസംഹാരം രാമായണം വിധിച്ച വിധം 3.5 നാൾ ഉപവസിച്ച് ആശ്രമക്കാശാൽ ചെയ്യുന്നു. പങ്കെടുക്കാൻ കാശ് വേണ്ട. ഹിന്ദുയിസം 137 എപ്പിസോഡ്. ശത്രുദോഷ നിവാരണത്തിന് കൊല്ലങ്ങളോളം കാശ് എത്ര ചെലവിട്ടിട്ടും രക്ഷ കിട്ടാതെ വലഞ്ഞ അതിസമ്പന്ന കുടുംബത്തെ കാശ് വാങ്ങാതെ ഗുരുബാബ രക്ഷിച്ചത് മുൻ മന്ത്രി ശിവൻകുട്ടിയുടെ സയൻസ് മാഷ് അശോക് കുമാറും ISRO ഓഫീസറായിരുന്ന ഭാര്യ കോമുവും നിർബന്ധിച്ചതിനാലാണ്. ഒരു എഞ്ചിനീയർ സാമ്പത്തികമായി വളരെ ഉന്നതിയിലുള്ള ഒരാളാണെങ്കിലും അദ്ദേഹത്തിനും കുടുംബത്തിനും വളരെയധികം മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സ്വാമിജിയുടെ വലിയ ഭക്തരായിരുന്നു അവര്. സ്വാമിജി നിർദ്ദേശിച്ചതനുസരിച്ച് 3 ദിവസത്തെ പൂജ കഴിഞ്ഞ് തിരിച്ച് അവരെ പറഞ്ഞു വിട്ടു. അശോകജിയുടെ അടുത്ത് 1.5 കിലോ നല്ല എരിവുള്ള മുളകും 1.5 കിലോ പപ്പടവും വേണം എന്ന് പറഞ്ഞ് അവനെ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്റെ അടുത്ത് അത് കഴുകി കൊടുക്കാൻ സ്വാമിജി പറഞ്ഞു. ഞാനത് കഴുകി കൊടുത്തു. സ്വാമിജി വളരെ ആർത്തിയോടുകൂടി 1.5 കിലോ നല്ല എരിവുള്ള മുളകും 1.5 കിലോ പപ്പടവും കഴിക്കാറുണ്ടായിരുന്നു. ഇതിനിടയിൽ സ്വാമിജിക്കൊക്കെയോ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ വികൃതമായിട്ട് അങ്ങ് പോകുന്നത് കാരണം പിന്നെ വീണ്ടും അദ്ദേഹം അത് ഉപേക്ഷിച്ച് ആർത്തിയോടുകൂടി സ്വാമിജി മുളകും പപ്പടവും തിന്നാൻ തുടങ്ങി. ഞാനങ്ങ് പേടിച്ച് വല്ലാതെ ഇത്രയും മുളകൊക്കെ ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വിചാരിച്ച് വളരെയധികം വെപ്രാളപ്പെട്ടിങ്ങനെ നിന്നപ്പോഴത്തേക്കും സ്വാമിജിയുടെ മുഖവും ഒക്കെ ഒരുമാതിരി വികൃതമായി ഏതോ ഒരു രീതിയിൽ അങ്ങ് സ്വാമിജി മാറി അത്രയും തിന്നത് എന്നിട്ട് സ്വാമിജി കിടക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ആരും ആ ഭാഗത്തേക്ക് പോയിട്ട് 2.5 മണിക്കൂർ അത് കിടന്നതിന് ശേഷം സ്വാമിജി എണീറ്റപ്പോഴത്തേക്ക് വീണ്ടും ആ ശാന്തത സ്വാമിജിയുടെ മുഖത്ത് വന്ന് പഴയ പോലെയുള്ള സ്വാമിജിയായിട്ട് മാറി. നമുക്കിതൊക്കെ ജീവിതത്തിൽ വളരെ വലിയ അനുഭവങ്ങളാണ്. സ്വാമിജി പൂജ നടത്തിയതിനു ശേഷം അവർക്കുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുകയും പിൽക്കാലത്ത് സ്വാമിജി എന്ത് കാര്യം പറഞ്ഞാലും അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോമു സ്വാമിജി എന്ന് പറഞ്ഞത് ഗുരുബാബയെയാണ്. മുളക് തീരെ കഴിക്കാത്ത ഗുരുബാബ 1.5 കിലോ എരിവേറിയ പച്ചമുളകും 1.5 കിലോ പച്ചപ്പപ്പടവും ആർത്തിയോടെ അതിവേഗം കഴിക്കുന്നത് കണ്ട് ജീവാപായം സംഭവിക്കുമെന്ന് ഭയന്ന് കോമു പൊട്ടിക്കരഞ്ഞു. കറി വെന്താൽ മുളക് തീരെ കഴിക്കാത്ത ഗുരുബാബയ്ക്കുള്ള കറി മാറ്റിവെച്ച ശേഷമാണ് തിരുവനന്തപുരത്ത് ഗുരുബാബ ഒന്നിച്ചു വസിച്ച 2.5 കൊല്ലവും കോമു കറികളിൽ മുളക് ചേർത്തിരുന്നത്. നിരാഹാര സമരം നടത്തുന്നവരേവരും നാരങ്ങ നീര് കഴിച്ചാണ് ഉപവാസം മതിയാക്കാറ്. ശരീരത്തിലെ നിർജ്ജലീകരണം മൂലം ഏത് ഉപവാസവും പാനീയപാനത്താൽ മതിയാക്കണം. 3.5 നാൾ ജലപാനമില്ലാതെ ഉപവസിച്ചും ഉറക്കമിളച്ചും മഹാശത്രു സംഹാരാഗ്നി യാഗം ചെയ്യുന്നതിനിടെ സ്വന്തം ശരീരത്തിലേക്ക് ഗുരുബാബ ആവാഹിച്ചെടുക്കുന്ന ഭക്തരുടെ ശത്രുദോഷവും ആഭിചാരദോഷവും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായാണ് എരിവേറിയ 1.5 കിലോ പച്ചമുളകും 1.5 കിലോ പച്ചപ്പപ്പടവും അതിവേഗം കഴിച്ചുകൊണ്ട് ഗുരുബാബ ഉപവാസം മതിയാക്കുന്നത്. ഇവിടെ തിരിച്ചറിയേണ്ടത് ഗുരുബാബയോളം ഗുരുബാബ മാത്രം എന്ന അനിഷേധ്യ സത്യമത്രേ. ശത്രുസംഹാരത്തിന് രാമായണം വിധിച്ച വിധം തക്ക ഉപവാസത്തോടെ അതീവ രഹസ്യമായും അത്യപൂർവമായും നടത്തിയിരുന്ന മഹാശത്രു സംഹാരാഗ്നിയാഗം ഗുരുബാബ ഇപ്പോൾ മാസം തോറും അമാവാസിയോടെ ആശ്രമ ചെലവിൽ ചെയ്യുന്നുണ്ട്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ ഉച്ചപൂജ കഴിഞ്ഞ് 12 മണിക്ക് നടയടച്ച ശേഷം തൃപ്രയാറപ്പൻ്റെ സാന്നിധ്യത്തിനായാണ് ചാത്തൻ മഠങ്ങളെല്ലാം ശത്രുദോഷ ആഭിചാരദോഷ പരിഹാര കർമ്മങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം തുടങ്ങുന്നത്. പ്രതിഫലമോ ദക്ഷിണയോ സ്വീകരിക്കാതെയും ദരിദ്രർക്ക് യാത്ര ചെലവും 1 മാസ റേഷൻ വിലയും നൽകിയും 2001 മുതൽ 2016 വരെ ശത്രുദോഷ ആഭിചാരദോഷ നിവാരണത്തിനായി വൈഷ്ണേയ അഗ്നിയാഗം വ്യാഴാഴ്ച തോറും ഗുരുബാബ ചെയ്തിരുന്നത് രാവിലെ 9 മണി മുതൽക്കായിരുന്നു. ശത്രുദോഷ ആഭിചാരദോഷ നിവാരണത്തിന് കേളികേട്ട ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളും ചാത്തൻ മഠങ്ങളും കണക്കറ്റ കാശ് വാങ്ങിച്ച് മനുഷ്യരുടെ അജ്ഞത ചൂഷണം ചെയ്യുന്നതിനാലാണ് കാശ് ഏതും വാങ്ങാതെ ആശ്രമക്കാശാൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ശത്രുദോഷവും ആഭിചാരദോഷവും വൈഷ്ണേയ അഗ്നിയാഗം ചെയ്ത് ഗുരുബാബ രക്ഷിച്ചത്. സ്വന്തം വേദത്തിൽ തക്ക അറിവില്ലാത്ത ഹിന്ദുക്കളെ ഭക്തിപരമായി ചൂഷണം ചെയ്യുന്നത് വർദ്ധിക്കുന്നതിനാൽ ഹൈന്ദവോദ്ധാരണാർത്ഥം ജീവിതം ഹോമിച്ച ഗുരുബാബയുടെ ചൂഷണരഹിത മഹത്വം വെളിപ്പെടുത്തുന്ന ഈ ഹിന്ദുയിസം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കഴിയും പോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താലും. കാലശേഷമല്ലാതെ ലോകരിൽ എത്തരുതെന്ന് കരുതി 1999 പുറമേ പൂട്ടിയ തപയറയിലേക്ക് ഒതുങ്ങിയ ഗുരുബാബ 5000 കൊല്ലം മുൻപ് വേദകാലത്തോടെ നിലച്ചതും മറ്റാരാലും പുനഃസ്ഥാപിക്കുന്നതിന് കഴിയാത്തതുമായ സനാതനധർമ്മം ഹൈന്ദവോദ്ധാരണാർത്ഥം ഈ വിജയദശമിക്ക് പുനഃസ്ഥാപിക്കുകയാണ്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നിന്ന് മമ്മിയൂർ ശിവക്ഷേത്രം വഴി പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവം ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. കൂടുതലറിയാൻ സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 10 മണി വരെ വിളിക്കാം. 9495510111.